നയതന്ത്ര യുദ്ധത്തിന് വിരാമമിട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചരിത്രപരമായ സമാധാന കരാർ അന്തിമഘട്ടത്തിലേക്ക്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് വെള്ളിയാഴ്ച രാത്രി വൈകി ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. വരും ദിവസങ്ങളിൽ തന്നെ ഇരുവിഭാഗവും തമ്മിലുള്ള യുദ്ധസമാനമായ അന്തരീക്ഷം പൂർണ്ണമായും അവസാനിക്കുമെന്നാണ് സൂചന. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന തർക്കങ്ങൾക്കൊടുവിൽ വ്യക്തമായ ധാരണ കൈവന്നിട്ടുണ്ടെന്നും ഇനി അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുമെന്ന് മാത്രമാണ് അവശേഷിക്കുന്നത് എന്നും ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കി. കരാർ ഒപ്പിടുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ വരുന്ന ഞായറാഴ്ച തന്നെ ജനീവയിൽ വെച്ച് ചരിത്രപരമായ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചേക്കുമെന്നാണ് അമേരിക്കൻ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തുവരുന്ന പ്രാഥമിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ശുഭപ്രതീക്ഷകൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് കരാറിന്റെ കരടുരേഖ എന്ന പേരിൽ ചില വിവരങ്ങൾ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് നിലവിൽ വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട്. സമാധാനത്തിനായുള്ള നയതന്ത്ര നീക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ അപ്രതീക്ഷിത നീക്കം. ഇതോടെ വാഷിംഗ്ടണിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തർക്കങ്ങൾക്കും പുകിലിനും തുടക്കമായി കഴിഞ്ഞു. ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട 14 ഇന നിർദ്ദേശങ്ങൾ അടങ്ങിയ കരട് രേഖയിൽ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുന്ന വ്യവസ്ഥകളാണ് ഉള്ളത്. കരാർ പ്രകാരം അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ നിന്ന് $12 ബില്യൺ ഇളവുകൾ ഇറാനും ലഭിക്കും. ഇതിനു പുറമെ അമേരിക്കൻ നടപടികൾ മൂലം ഇറാനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പകരമായി $300 മില്യൺ വലിയ തുക നഷ്ടപരിഹാരമായി അമേരിക്ക നൽകണമെന്നും രേഖയിൽ പറയുന്നു. അന്താരാഷ്ട്ര തലത്തിൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന്റെ കൈകളിൽ തന്നെ നിലനിർത്തുമെന്നും ഈ വിവാദ കരടിൽ വ്യക്തമാകുന്നുണ്ട്. കൂടാതെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികൾ തുടർന്നു പോകാനും പശ്ചിമേഷ്യയിലെ ഇറാന്റെ സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ നിലനിർത്താനും കരാറ് അനുവാദം നൽകുന്നുണ്ടെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. ഇതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. ഇറാൻ മാധ്യമങ്ങളിലൂടെ ഈ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരെ സ്വന്തം സഖ്യകക്ഷികൾ തന്നെ രംഗത്തെത്തിക്കഴിഞ്ഞു. ട്രംപ് ഇറാനു മുന്നിൽ മുട്ടുമടക്കിയെന്നും ഇതൊരു കീഴടങ്ങൽ കരാർ ആണെന്നുമാണ് റിപ്പബ്ലിക്കൻ പാളയത്തിൽ നിന്നു പോലും ഉയരുന്ന കടുത്ത വിമർശനം. ഇതോടെ ട്രംപ് ഭരണകൂടം പ്രതിരോധത്തിലാവുകയും നയതന്ത്ര ചർച്ചകൾ കൂടുതൽ സങ്കീർണമാവുകയും ചെയ്തു. വിമർശനങ്ങൾ കൂട്ടത്തോടെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി ഇറാന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായി തള്ളി ട്രംപ് രംഗത്തു വന്നു. പുറത്തുവന്ന വാർത്തകൾ തികച്ചും വ്യാജമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ സമ്മതിച്ച വ്യവസ്ഥകളുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. കരാറിനെ കുറിച്ചുള്ള ഇറാന്റെ പ്രസ്താവന അങ്ങേയറ്റം ബലഹീനവും ലജ്ജാകരവുമാണെന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവരുമായാണ് തങ്ങൾ ഇടപഴകുന്നതെന്നും ട്രംപ് ആഞ്ഞടിച്ചു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാന്റെ അവകാശവാദങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. കരാർ പ്രകാരം ഇറാൻ തങ്ങളുടെ ബാധ്യതകൾ പൂർണ്ണമായി നിറവേറ്റുന്നതുവരെ അവർക്ക് ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും ലഭിക്കില്ലെന്ന് വാൻസ് വ്യക്തമാക്കി. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും താൽപര്യങ്ങൾക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നും ആണവ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിച്ചാൽ മാത്രമേ ഇറാനിലേക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഒഴുകുകയുള്ളൂ എന്നും വാൻസ് കൂട്ടിച്ചേർത്തു. ഇറാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ട് തങ്ങൾ അംഗീകരിച്ച യഥാർത്ഥ കരാറിലെ 5 പ്രധാന വ്യവസ്ഥകൾ വൈറ്റ് ഹൌസ് പുറത്തുവിട്ടു. ഇറാന്റെ ആണവ സാമഗ്രികൾ നശിപ്പിക്കുക, ആണവ പദ്ധതി പൂർണ്ണമായി നിർത്തലാക്കുക, ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പണം അനുവദിക്കുക, ഹോർമൂസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായി തുറന്നു നൽകുക, ഭീകര സംഘടനകൾക്കുള്ള ഫണ്ടിംഗ് ഇറാൻ നിർത്തലാക്കുക എന്നിവയാണ് അമേരിക്ക മുന്നോട്ട് വെച്ച യഥാർത്ഥ വ്യവസ്ഥകൾ. അമേരിക്കൻ പ്രസ്താവനകൾ വെറും പൊള്ളയാണ് എന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതിനിധി അയത്തുള്ള അഹമ്മദ് അലമുൽ ഹോദ വിമർശിച്ചപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗചി ശുഭപ്രതീക്ഷയാണ് നൽകിയത്. കരാർ ഒപ്പിടുന്നതിലേക്ക് കാര്യങ്ങൾ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത വിധം അടുത്തു കഴിഞ്ഞതായും അരഗച്ചി ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നുണ്ട്. ഒരു കരാറിലേക്ക് അടുക്കുകയാണ് എന്ന് ട്രംപ് ഇതുവരെ 39 തവണ ആവർത്തിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ വരും ദിവസങ്ങൾ ലോകരാഷ്ട്രത്തിൽ നിർണായകം തന്നെയാണ്. പശ്ചിമേഷ്യയിലെ മാസങ്ങൾ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യത്തിന് അറുതി വരുത്തിക്കൊണ്ട് അമേരിക്കയുമായുള്ള സമാധാന കരാർ നാളെ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണെങ്കിൽ കരാറ് ഒപ്പുവെക്കുന്നതോടെ ലോകത്തെ പ്രധാന കപ്പൽപാതയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നുകൊടുക്കുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരഗചി വ്യക്തമാക്കി. ഇറാനുമേലെയുള്ള നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കുമെന്നാണ് കരാറിലെ പ്രധാന ധാരണ. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ അടുത്ത ഘട്ടത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്നും അദ്ദേഹം അറിയിച്ചു.
ചർച്ചകളുടെയും കരാറിന്റെയും ചില സുപ്രധാന വിശദാംശങ്ങൾ അമേരിക്കൻ ഉദ്യോഗസ്ഥരും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ തങ്ങളുടെ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിച്ചാൽ മാത്രമേ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുന്നത് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകൂ എന്നാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാട്. പരസ്പര വിശ്വാസത്തെക്കാൾ ഇരു രാജ്യങ്ങളും കരാറിലെ വ്യവസ്ഥകൾ എത്രത്തോളം പ്രായോഗികമായി നടപ്പാക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾ. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ശക്തമായ ആക്രമണത്തോടു കൂടിയാണ് മേഖലയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിന് തിരിച്ചടിയായി ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ പരമ്പരയായി മിസൈൽ ആക്രമണം നടത്തുകയും ലോകത്തിന്റെ പ്രധാന ഇന്ധന പാതയായ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയും ചെയ്തു. ഇതോടെ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് രൂപപ്പെട്ടത്. മേഖലയിലെ കടുത്ത സംഘർഷം ലഘൂകരിക്കുന്നതിനായി കഴിഞ്ഞ ഏപ്രിലിൽ ഇരുവിഭാഗവും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. എങ്കിലും അമേരിക്കയും ഇറാനും തമ്മിൽ ഇടവിട്ടുള്ള ആക്രമണങ്ങൾ തുടർന്നിരുന്നു. ഈ ആഴ്ചയും ഇരുപക്ഷവും പരസ്പരം ശക്തമായ രീതിയിൽ തിരിച്ചടികൾ നടന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യുദ്ധത്തിന് അറുതി വരുത്താൻ പോന്ന തരത്തിലുള്ള നിർണായകമായ സമാധാന ഉടമ്പടിയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയതെന്ന് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം ഇറാനിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളിലേക്ക് നടത്താനിരുന്ന വൻ വ്യോമാക്രമണം US പ്രസിഡന്റ് ട്രംപ് അവസാന നിമിഷം റദ്ദാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉന്നതതലത്തിൽ മികച്ചൊരു ധാരണയിലെത്തിയതിനാൽ തന്നെ ആക്രമണത്തിൽ നിന്നും ബോംബിംഗിൽ നിന്നും പിന്തിരിഞ്ഞെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ധാരണാപത്രം തയ്യാറാക്കിയതായി സ്ഥിരീകരിച്ചു. കരാർ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ലോകത്തെ 20% എണ്ണയും പ്രകൃതിവാതകവും കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അന്താരാഷ്ട്ര കപ്പലുകൾക്കായി തുറന്നു നൽകും. ഇതിന് പകരമായി ഇറാന്റെ വാണിജ്യ കപ്പലുകൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന കടുത്ത നാവിക ഉപരോധം ഉടനടി പിൻവലിക്കും. കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടുന്നത് ആഗോള എണ്ണ വിപണിക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. Malayali Warta Plus, like, share and subscribe.